നമ്മൾ അധികം പേരുടെ വീടുകളിലും കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കുള്ള ഒരു പൊതു സ്വഭാവമാണ് ഇങ്ങനെ ചുമരിൽ കുത്തി വരച്ചിടുക എന്നുള്ളത്. പക്ഷെ അത് മായ്ക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അതിനുള്ള ഒരു റെമഡി ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടിരിക്കുന്നത്. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുനാരങ്ങ, പിന്നെ കോൾഗേറ്റ്, പിന്നെ നിങ്ങൾക്ക് ഫെയർ അല്ലെങ്കിൽ പ്രില്ലെടുക്കാം, ഒരു പാത്രം, ബ്രഷ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രില്ലെടുത്തിട്ട് അതിലേക്ക് ചെറുനാരങ്ങ മുറിച്ച് നന്നായി പിഴിഞ്ഞെടുക്കുക. പിന്നെ അത്രയും തന്നെ അളവിൽ കോൾഗേറ്റ് എടുത്ത് ഈ 3 ഇൻഗ്രീഡിയൻസ് നന്നായി മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യും. 3 സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ സത്യം പറഞ്ഞാൽ. ഇപ്പം ഞാനിവിടെ പെൻസിലിനോടും പെന്നുകൊണ്ടും സ്കെച്ച്, മാർക്കർ, കളർ പെൻസിൽ, ക്രയോൺ എല്ലാം കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് ഇത് റിമൂവ് ആക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച ലായനി എടുത്ത് നേരിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അത് ബ്രഷ് ഉപയോഗിച്ചിട്ട് മായ്ക്കുന്നോറും അത് ഒരു ടവലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അപ്പം തന്നെ ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ അത് ഉണങ്ങി പിടിച്ചിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പണിയായിരിക്കും. എനിക്ക് പണി കിട്ടിയോണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇതിലെല്ലാം നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ സ്കെച്ചിൻ്റെത് മാത്രമേ എനിക്ക് കുറച്ച് പോകാൻ പ്രയാസപ്പെട്ടിട്ടുള്ളൂ. ചിലപ്പോൾ ഞാൻ ഉപയോഗിച്ച ബ്രാൻഡിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. അതിനേക്കാളും എളുപ്പത്തിൽ തന്നെ മാർക്കറൊക്കെ പോകുന്നുണ്ട്. നമ്മൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ വരക്കുന്നതാണ് പെൻസിൽ, കളർ പെൻസിൽ, ക്രയോൺ, ഈ 3 സാധനങ്ങൾ. ഇത് ഏറ്റവും പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. അതേപോലെ പെന്ന് കൊണ്ടുള്ളതും പോകുന്നുണ്ട്. ശരിക്കും നമ്മൾ സ്കെച്ചൊക്കെ ബുക്കിലൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ തന്നെ മാഞ്ഞു പോകുന്നൊരു സംഭവമാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഇതിൽ കുറച്ച് ഞാൻ പണിപ്പെട്ടു പോകാൻ വേണ്ടി. പിന്നെ ഇത് നന്നായിട്ട് വെള്ളം ഉണങ്ങാതെ നോക്കണം. വെള്ളം കൊണ്ട് തുടച്ചെടുക്കുക ഉണങ്ങിപ്പോയാൽ തന്നെ. പിന്നെ അതൊന്ന് ആറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഴയതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ചുമരുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ എത്ര എളുപ്പത്തിലാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനിത് സ്പീഡ് ചെയ്യുന്നൊന്നുമില്ല വീഡിയോ, കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എത്ര ടൈം എടുത്തിട്ട് ഞാൻ ഓരോന്ന് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത്. നോക്കുക, പെൻസിലിൻ്റെ ഒന്നും പാട് പോലും ഇല്ല. പ്രില്ലിൻ്റെ ആ ഗ്രീൻ കളർ ആയത് കാരണം നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു ഇതായിട്ട് കാണുന്നത്. അപ്പോഴിത് ചുമര് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഉണങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്തതൊക്കെ പോയി അത് നല്ല വൃത്തിയായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുമാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.